പക്ഷെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. സോ ബേസിക്കലി AI ഡ്രിവൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും മാറി എന്നുള്ളത് തന്നെയാണ് ഒരു റീസെൻ്റ് ആയിട്ട് വന്ന പെർഫോമൻസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വന്ന ഏറ്റവും വലിയ എവല്യൂഷൻ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഡിജിറ്റലിൽ ഇപ്പോൾ വരാൻ പോകുന്ന പുതിയ അഡ്വാൻസ്മെൻ്റ് ആണ്, ഗൂഗിൾ തരുന്ന ഒരു അഡ്വാൻസ്മെൻ്റ് ആണ്. ഇഫ് സമ്മൺ ഈസ് വിസിറ്റിംഗ് ദ കോമ്പറ്റീറ്റേഴ്സ് വെബ്, കമ്പനി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന വിഷനെ അലൈൻ ചെയ്തിട്ടാണ് പിന്നെ എന്തും. ഈ ബിസിനസ് ഓണേഴ്സിന് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാനുണ്ടാവും. അത് റീച്ച് ആയിരിക്കാം, സെയിൽസ് ആയിരിക്കാം, പർച്ചേസ് ആയിരിക്കാം. ഇപ്പോഴത്തെ ഓൺടർപ്രണേഴ്സിന് ഇറ്റ്സ് മച്ച് മോർ, ഇത് നിങ്ങളുടെ പ്ലേ ഗ്രൗണ്ട് ആണെന്ന് പറയും. വാല്യുബിൾ ക്വാളിറ്റി ഐ വിൽ ബി ലുക്കിംഗ് അറ്റ് ആസ് എൻ ഓൺടർപ്രണർ ഇസ് ദാറ്റ് യുവർ ക്യൂരിയോസിറ്റി, യുവർ വാല്യൂസ്, യുവർ വിഷൻ. ഈ പറയുന്ന ഗോൾസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പെയ്ഡ് ക്യാമ്പയിൻസ് ചെയ്യുക എന്നുള്ള ഒരു വേ ഓഫ് മെത്തേഡിനെയാണ് ശരിക്കും പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് തരം കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിലും വാട്ട് വാല്യൂ യു ആർ ഗിവിംഗ് ടു ദി സൊസൈറ്റി. ഓക്കെ. Good afternoon, everyone. A very warm welcome to Digital Access Hackathon 2025's panel discussion. I would like to take this opportunity to welcome each and every one of you who have gathered here for our panel discussion, especially our chief guest of the day, Mr. Ashit Johnson sir and Jaisal sir. Today's discussion will explore powerful strategies, trends, and experiences that can shape the future of digital marketing and business success. Good evening, sir. Good evening, Good evening. Good evening, sir. Thank you for joining, first of all. Okay. Hello, everyone. Okay, Ashit already പറഞ്ഞു ജയ്സൽ സർ ആൻഡ് അജിത് സാറിന്റെ ഡൊമൈൻ എന്താണ്, സോ അവരുടെ എക്സ്പെർട്ടീസ് എന്തിലൊക്കെയാണെന്നുള്ളത്. സോ ഇതൊരു വളരെയധികം ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സീരീസ് ആയിരിക്കും. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം യു ഓൾ ഫ്രം മൈ സൈഡ്. സോ സർ, ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളൊരു വേൾഡ് അല്ലെങ്കിൽ ഇതൊരു ഡിജിറ്റൽ എറയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് ആയാലും അല്ലെങ്കിൽ ഒരു ലാർജ് സ്കെയിൽ ബിസിനസ്സിലാണെങ്കിലും ഏതൊരു ഫീൽഡില് വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ജയ്സൽ സാറിൻ്റെ അടുത്താണ്. സാറ് സൈബർ സെക്യൂരിറ്റി ഫീൽഡിലാണെങ്കിലും അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. സോ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റെഡീം ഹാക്കർ അക്കാഡമി ഫൗണ്ട് ചെയ്തപ്പോൾ എന്തായിരുന്നു സാറിനെ ഇൻസ്പയർ ചെയ്തത് ഇങ്ങനെ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സാറിന്റെ അതിന് പിന്നിലുള്ള ഒരു ജേർണി നമ്മളോടൊന്ന് ഷെയർ ചെയ്യാമോ? താങ്ക് യു സോ മച്ച്. എന്നെ കുറിച്ച് പറഞ്ഞത് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? എവറിത്തിങ് വാസ് ടെക്നിക്കൽ. സോ എന്നെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. റൈറ്റ്, ഐ എം ജയ്സൽ അലി. ഇന്നത്തെ പാനലിൽ എനിക്ക് തോന്നുന്നു ദി ഒബ്ജക്റ്റീവ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ഓൺടർപ്രണർഷിപ്പ്, ദ സ്ട്രാറ്റജി ആൻഡ് ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇങ്ങനെയുള്ള ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ് നമ്മളിന്ന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ I'm basically from Palakkad, Cherpulasheri. I started this company called Red Team Hacker Academy 9 years before. I started early in the computer things, like almost 7 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ കമ്പ്യൂട്ടേഴ്സുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് പാഷനേറ്റ് ആവുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് ഗ്രാജുവേഷൻ ടൈമിലാണ് റെഡ് ടീം എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നതും ബിൽഡ് ചെയ്യുന്നതൊക്കെ. എൻ്റെ പാഷൻ ഈസ് മോർ ഇൻ ടു സൈബർ സെക്യൂരിറ്റി, എനിത്തിങ് ഡിജിറ്റൽ, അങ്ങനെ പറയായിരിക്കും നല്ലത്. നമ്മളിപ്പം ഇന്നത്തെ ഡിസ്കഷനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. എനിത്തിങ് ഓൺ ഡിജിറ്റൽ, എനിത്തിങ് ഓൺ സൈബർ, എനിത്തിങ് ഓൺ ടെക്നോളജി, അതായിരുന്നു എൻ്റെ പാഷൻ. അവിടുന്നാണ് ഞാൻ ഡ്രൈവ് ചെയ്ത് വരുന്നത്. സോ ഹൗ ഐ സ്റ്റാർട്ടഡ് റെഡ് ടീം എന്നുള്ള ക്വസ്റ്റ്യൻ, ബേസിക്കലി ഓൺടർപ്രണർഷിപ്പ് എന്നുള്ള സംഭവം എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. ടു ബി ഫ്രാങ്ക്, എനിക്ക് IBM വർക്ക് ചെയ്യണമെന്നായിരുന്നു വലിയ ആഗ്രഹം. എനിക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, കാരണം ഐ വാസ് ദി യങ്ങസ്റ്റ് വൺ ഹു എക്സ്പ്ലോർ എ ലോട്ട് ഓഫ് തിങ്സ്. ഇന്നിപ്പോൾ 9 years ബിഫോർ, ആഫ്റ്റർ 9 years ഇറ്റ്സ് ലൈക്ക് എവറിത്തിങ് ആക്സസിബിൾ ആണ് നമുക്കിന്ന്, അല്ലേ? നിങ്ങൾ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നു, ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നു, ഫ്രണ്ട്സ് ഉണ്ട്, മെൻറ്റേഴ്സ് ഉണ്ട്. അന്ന് ഓൾമോസ്റ്റ് ലൈക്ക് വളരെ ചുരുക്കം പേരെ ടെക്നോളജിയിലുള്ളൂ. അവരെ ആക്സസ് ചെയ്യാനും വളരെ പ്രയാസമാണ്. കാരണം ഞാൻ അന്ന് വളരെ യങ് ആണ്, എല്ലാവരും വളരെ സീനിയേഴ്സാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാലോ, വളരെ സീനിയേഴ്സോ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്തൊക്കെ ദർ മൈറ്റ് ബി നിങ്ങൾക്കൊരു ചലഞ്ച് ഉണ്ടാവും ബ്രേക്ക് ചെയ്യാൻ, ഐസ് ബ്രേക്കിംഗ്, റൈറ്റ്? റെഡ് ടീം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ടെക്നോളജി പഠിച്ചു, എനിക്ക് ഓഫേഴ്സ് വന്നു, ഓഫർ ലെറ്റേഴ്സ് വന്നു. പക്ഷേ ഐ ഹാഡ് സം വെരി ഡിഫിക്കൽട്ട് ടൈംസ്. എൻ്റെ ലൈഫിൽ വളരെ ഡിഫിക്കൽട്ട് ടൈംസിലൂടെ ആയിരുന്നു കടന്നു വരുന്നത്. വെൻ ഐ വാസ് ഡൂയിങ് മൈ ഗ്രാജുവേഷൻ, ഫാമിലിയിലുള്ള ലൈക്ക് ഫാദറിന് കുറച്ച് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. സോ ഐ ഡിസൈഡഡ് ടു സ്റ്റേ ബാക്ക് ഹിയർ ഇൻ കേരള. ദുബായിൽ നിന്നായിരുന്നു എനിക്ക് ഓഫേഴ്സ് വന്നിരുന്നത്, റൈറ്റ്? ആ സമയമാണ് ഐ സ്റ്റാർട്ടഡ് എക്സ്പ്ലോറിങ് ദ സൈബർ സെക്യൂരിറ്റി
അന്ന് ആരും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സൈബർ സെക്യൂരിറ്റിയിൽ ഒരു ജോലിയോ എന്ന് ചോദിക്കുന്ന സമയം ഇന്നും ഞാൻ ഇന്നലെ പോലെ നമ്മുടെ പേജിൽ വന്നിരുന്ന മെസ്സേജ് നിങ്ങൾ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ വാട്സപ്പ് ഹാക്ക് ചെയ്ത് തരുമെന്നാണ്. സീരിയസ്ലി. നമ്മൾ ഇവിടെയാണ് ഡിജിറ്റൽ ടീം മാനേജ് ചെയ്യുന്നത്. ഇഫ് ദേ ക്യാൻ ഗോ ത്രൂ ദ പേജസ് ദേ ക്യാൻ സീ ദ മെസ്സേജ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 9 years ബിഫോർ ഞാൻ സൈബർ സെക്യൂരിറ്റിയിൽ ഒരു കരിയർ ഉണ്ട്, നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ വലിയ ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഐ യൂസ് ടു ഗെറ്റ് ദിസ് മെസ്സേജസ്. അതിൽ എനിക്ക് വലിയ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ചില ആളുകളൊക്കെ അവരുടെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യാൻ അവരുടെ ലൈക്ക് ആധാരം വരെ എനിക്ക് തരാമില്ലെങ്കിൽ ദേ ഓഫർ എ ലോട്ട് ഓഫ് മണി ഇത് ചെയ്തു തരുമെന്നുള്ള. പക്ഷെ ആ സമയം ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ഇങ്ങനെ ഒരു അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു ഏരിയ, ഇത്രയും വലിയ ഓഡിയൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ, എന്തുകൊണ്ട് നമുക്ക് എത്തിച്ചു കൊടുത്തുകൂടാ എന്നുള്ള രീതിയിലാണ് റെഡ് ടീം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് തിങ് വാസ് ഹൗ ഐ ക്യാൻ ഏബിൾ ടു ക്രിയേറ്റ് എ പ്ലാറ്റ്ഫോം. എനിക്ക് കിട്ടാത്ത ഓപ്പർച്യൂണിറ്റീസ് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള യങ്സ്റ്റേഴ്സിന് എത്തിച്ചു കൊടുത്തുകൂടാ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ശരിക്കും റെഡ് ടീം സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ്സ് ഹൗ ഐ ക്രിയേറ്റഡ് റെഡ് ടീം. ദ ബേസിക് തിങ് വാസ് ടു ക്രിയേറ്റ് എ പ്ലാറ്റ്ഫോം വേർ സ്റ്റുഡൻസിന് വരുന്നു, അവർ പഠിക്കുന്നു, അതും ഇങ്ങനെ ടെക്നോളജി. ഹാക്കിംഗ് പഠിച്ച് ജോലി നേടുക എന്നുള്ള കോൺസെപ്റ്റ് അന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവരും ഭയങ്കര കൗതുകത്തോടെ ചോദിച്ചിരുന്നു അതെങ്ങനെ പോസിബിൾ ആവുന്നത്. പക്ഷേ ആഫ്റ്റർ ലൈക്ക് 9 years നൗ വി ഹാവ് സ്റ്റുഡൻസ് ഫ്രം ഓൾമോസ്റ്റ് ലൈക്ക് 40+ കൺട്രീസിന് നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് റെഡ് ടീമിൽ ദുബായിൽ ക്യാമ്പസ് ഉണ്ട്. സോ വി ഹാവ് സ്റ്റുഡൻസ് ഫ്രം ആഫ്രിക്ക, വി ഹാവ് സ്റ്റുഡൻസ് ഫ്രം യൂറോപ്യൻ കൺട്രീസ്, US എന്നുള്ളവരുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ദേ ആർ വർക്കിംഗ് ഇൻ എമിറേറ്റ്സ്, ADCB പോലുള്ള അവിടുത്തെ ബാങ്ക്സിലുണ്ട്. ഇവിടുത്തെ ബാങ്ക്സിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫെഡറൽ ബാങ്ക്, CSB ബാങ്ക്, ഇവിടെയൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇനീഷ്യലി ആ ഒരു പ്രാന്തമ്മ തുടങ്ങിയ ഒരു സംഭവമായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഇവൻച്വലി ബിക്കം വാട്ട് റെഡ് ടീം ഹാക്കർ അക്കാഡമി നൗ. സർ ഒരു പാസ്റ്റ് 10 years ആയിട്ട് പെർഫോമൻസ് മാർക്കറ്റിംഗിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഉള്ള ഒരാളാണ്. സോ ഒരു ലാസ്റ്റ് ഡെക്കേഡിലുള്ള പെർഫോമൻസ് മാർക്കറ്റിംഗിലുള്ള ആ ഒരു ഇവോൾവ്മെന്റ്, അതുപോലെ ഇനിയൊരു നെക്സ്റ്റ് ഇയേഴ്സിൽ വരുന്ന കമ്മിങ് ഇയേഴ്സിൽ സർ എന്തൊക്കെയാണ് നോക്കി കാണുന്നത്? അപ്പോൾ ആ ഒരു മേജർ ഡിഫറൻസസ് ഒന്ന് പറയാമോ സാറിന്റെ ഒരു പെർസ്പെക്റ്റീവ്? ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാസ്റ്റ് ഒരു 3 years ആയിട്ടാണ് ശരിക്കും ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെർമിനോളജി ശരിക്കും പറഞ്ഞ ഒരു ട്രെൻഡിങ് വരുന്നത്. ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ ടിക്ടോക്ക് അല്ലെങ്കിൽ റീൽസ്, അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ട്രയൽ പോലത്തെ ഇത് വരുന്നു. അതേപോലെ തന്നെ നമുക്ക് റീസെൻ്റ്ലി അറിയാം ത്രെഡ്സ് വരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഏജൻസി കൊണ്ടുവന്നിട്ടുള്ള ഒരു ശരിക്കും ഒരു മാർക്കറ്റിംഗ് ഏജൻസി ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ് ശരിക്കും ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇത്. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഇപ്പോൾ ലൂസിഫറിൽ പറയുന്നുണ്ട് ഒരു കൂലി എഴുത്തുകാരൻ, നമ്മൾ കേരളത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഇതിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടോട്ടലായിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് വ്യൂവിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സിംഗിൾ മൊഡ്യൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ശരിക്കും പറയാം ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ എന്താ പറയുക, ഒരു ബിസിനസ് ഓണർ, ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ബിസിനസ് എടുക്കുക, ഈ ബിസിനസ് ഓണേഴ്സിന് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാനുണ്ടാവും. അത് റീച്ച് ആയിരിക്കാം, സെയിൽസ് ആയിരിക്കാം, പർച്ചേസ് ആയിരിക്കാം, അല്ലെ വാട്ടവർ എന്ന് വെച്ചാൽ അവരുടെ എന്താണോ ഗോൾസ്, ഈ പറയുന്ന ഗോൾസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പെയ്ഡ് ക്യാമ്പയിൻസ് ചെയ്യുക എന്നുള്ള ഒരു വേ ഓഫ് മെത്തേഡിനെയാണ് ശരിക്കും പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എന്താണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാലാണ് എന്താണ് ഇതിലേക്ക് പുതിയതായിട്ട് വന്ന് ഇവോൾവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ കുറച്ചും കൂടി ടെക്നിക്കലായിട്ട് പറയുന്നില്ല, ഞാൻ ഇത്തിരി കൂടി ലേമാൻ ടേംസിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഇത്തിരി കൂടി ഇന്നത്തെ ഒരു മീറ്റിങ്ങിന് ഇത്തിരി കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ പെർഫോമൻസ് മാർക്കറ്റിങ്ങിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവോൾവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ഒരു 4 years അല്ലെ 5 years ബാക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മെറ്റ ആഡ്സ്, അതുപോലെ തന്നെ മേജർലി ഗൂഗിൾ സെർച്ച് ആഡ്സ്, അങ്ങനെയുള്ള ഇതാണ്. എനിക്ക് തോന്നുന്നു എവരി 6 months അല്ലെങ്കിൽ എവരി ക്വാർട്ടർ ദീസ് പ്ലാറ്റ്ഫോംസ് ആർ ചേഞ്ചിങ് ദർ സ്ട്രാറ്റജീസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പെർഫോമൻസ് മാക്സ് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ക്യാമ്പയിൻ വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട, ലിറ്ററലി ഗൂഗിൾ തന്നെ ഡിസൈഡ് ചെയ്യാണ് ഞാൻ ഏത് പ്ലാറ്റ്ഫോംസിൽ കാണണം അല്ലെങ്കിൽ ഏതൊക്കെ ഇതിൽ കാണണം. പിന്നെ അതേപോലെ തന്നെ ഗൂഗിളിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ട്രെൻഡാണ്, പണ്ട് ഗൂഗിളിൽ നമുക്ക് ഒരു രീതിയിലും വാട്സപ്പ് ക്യാമ്പയിൻ റൺ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ ഗൂഗിൾ ഇത് ചെയ്തു. ഇനി അതേപോലെ തന്നെ പണ്ട് ഫേസ്ബുക്ക് ആഡ്സിൽ നമുക്ക് വാട്സപ്പായിരുന്നു ആഡ് ചെയ്യാൻ പറ്റുക. ഇപ്പം 50 വാട്സപ്പ് വരെ നമുക്ക് ഒരു മെറ്റ ആഡ്സിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചേഞ്ചാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AI തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഗൂഗിൾ ആഡ്സ് ആയിക്കോട്ടെ, ലിങ്ക്ഡിൻ ആഡ്സ് ആയിക്കോട്ടെ, ലിറ്ററലി യു ഹാവ് ടു ജസ്റ്റ് പ്രോംപ്റ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെഡ്ലൈൻസ് എഴുതാൻ നമ്മൾ ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്താൽ മതി.
അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ നമ്മൾ പ്രോംപ്റ്റ് ചെയ്താൽ മതി, കീവേഡ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ പ്രോംപ്റ്റ് ചെയ്താൽ മതി. സോ ബേസിക്കലി AI ഡ്രിവൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും മാറി എന്നുള്ളത് തന്നെയാണ് ഒരു റീസെൻ്റ് ആയിട്ട് വന്ന പെർഫോമൻസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വന്ന ഏറ്റവും വലിയ എവല്യൂഷൻ. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ദാറ്റ് ദ കസ്റ്റമൈസേഷൻ ആൻഡ് പേഴ്സണലൈസേഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കൊരു കസ്റ്റമറിൻ്റെ ഉള്ളിലേക്ക് എത്തണം. അപ്പോൾ ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ എന്തും ആകാം. ഇപ്പോൾ ഫുട്ബോൾ ആകാം, അല്ലെങ്കിൽ എന്താ പറയുക, മൊബൈൽ ഫോൺസ് ആവാം, ഐഫോൺസ് ആവാം, വാട്ടവർ. ഈ കസ്റ്റമറിൻ്റെ ബയർ പെർസോണനെ അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ പേഴ്സണലൈസ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും അഡ്വാൻസ്ഡ് വന്നത്. ഇപ്പോൾ അതിൽ ഇത്തിരിയും കൂടി നമ്മളൊരു എന്താ പറയുക, ഒരു ഭീതിപ്പെടുത്തുന്ന നല്ല ടെൻഷൻ ജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാട്ടവർ വി ആർ സ്പീക്കിംഗ് അല്ല വാട്ടവർ വി ആർ റൈറ്റിംഗ് ഇൻ വാട്സപ്പ് ടു ഫ്രണ്ട്സ്, ഇതിലെല്ലാം നമ്മുടെ കീവേഡ്സുകൾ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയാം, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്നത് ഇപ്പോൾ ഫുട്ബോളിനെ പറ്റിയാണെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് വരാൻ പോകുന്നത് ചിലപ്പോൾ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ആഡ്സ് ആയിരിക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എല്ലാത്തിൻ്റെയും പെർമിഷൻ നമ്മൾ എല്ലാ ആൻഡ്രോയിഡിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈവൻ ഐഫോൺ പോലും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഇതും നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടാണ് ഇതാക്കുന്നത്. നിങ്ങൾ ട്രാവൽ ചെയ്യുവാണ്, നിങ്ങൾ പറയും പോലും വേണ്ട, കീവേഡ്സും പറയേണ്ട, ഒന്നും പറയേണ്ട. നിങ്ങൾ ആ ഒരു ഷോപ്പിൻ്റെ അടുത്തുകൂട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു റെസ്റ്റോറൻ്റ് ആണ്, നിങ്ങളുടെ ജിയോ ബേസ്ഡ് ആയിട്ടുള്ള അവരുടെ ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആഡ്സ് വരും. സോ ദാറ്റ് മച്ച് 2025 നമ്മൾ നിൽക്കുന്ന സമയത്ത് ദാറ്റ് മച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് രീതിയിലേക്ക് ഇതിനെ മാറ്റി. എന്ന് വെച്ചാൽ AI തന്നെ പ്രഡിക്റ്റീവ് ആയിട്ടുള്ള അനാലിസിസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് അൽഗോരിതം പ്രകാരം ഇവർ ഓരോ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും ഇൻഡിവിജ്വൽ ഡാറ്റാബേസ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പേഴ്സണലൈസ്ഡ് ടാർഗറ്റിംഗ് ആൻഡ് പേഴ്സണലൈസ്ഡ് മെസ്സേജിങ്ങിലേക്ക് പോകുന്ന രീതിയിലേക്ക് ഇത് പോകും. ഇറ്റ്സ് ഓൾ അബൌട്ട് ബേസിക്കലി. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് എന്താ പറയുക, സൈബർ സെക്യൂരിറ്റി ആൻഡ് ഡിജിറ്റലിൽ വരുന്ന സമയത്ത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഡാറ്റ. സോ വി ആർ ഷെയറിംഗ് ദ ഡാറ്റ. സോ ദർ ഓൾവേസ് എന്താ പറയുക, ഇത് കണക്ട് ആവുന്ന ഒരു പോയിന്റും അതാണ്. ദർ ഇസ് ഓൾവേസ് എ കൺസേൺ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ക്ലയൻസിൽ ഏറ്റവും കൂടുതൽ വരുന്ന GCC കൺട്രീസ്, നമ്മളിന്ന് ഡിസ്കഷന് വരുന്നതിന് മുമ്പ് നമ്മളൊരു ഡിസ്കഷൻ വന്നൊരു പോയിന്റും അതായിരുന്നു, ദ മോസ്റ്റ് ഓഫ് ദ പ്രീമിയം ക്ലയൻസ് വിച്ച് ഐ ഹാൻഡിൽ ഫോർ ഏജൻസീസ് ലൈക്ക് യൂണിമണി, അതുപോലെ തന്നെ വെസ്റ്റ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഇവരുടെ എല്ലാം അക്കൗണ്ട്സും കാര്യങ്ങളും എല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ ദേ ആർ ഗെറ്റിംഗ് ഹാക്ഡ് ഡ്യൂ ടു മെനി സ്പാം ലിങ്ക്സ് ആൻഡ് ഫിഷിംഗ് ദാറ്റ് ടൈപ്പ് ഓഫ് തിങ്സ്. സോ അവിടെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റലിൻ്റെ സെയിം ടൈം ദ പോസിറ്റീവ് ആൻഡ് ദ നെഗറ്റീവ് സൈഡ് കമ്മിങ്സ്. സോ ദീസ് ആർ ദ മേജർ തിങ്സ് ദാറ്റ് ചേഞ്ച്ഡ് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഡെക്കേഡ്സ്. ആഡ് ഇൻ ടു ദ പോയിന്റ്, എനിക്ക് തോന്നുന്നു നമ്മൾ ഇൻസ്റ്റാഗ്രാമിനെ ഫേസ്ബുക്ക് അക്വയർ ചെയ്തു എന്നുള്ള ഡിസ്കഷനൊക്കെ വന്ന സമയത്തും വ്യൂവർ ഭയങ്കര അത്ഭുതമായിരുന്നു, ഇത്രയും പൈസക്ക് എന്തിനത് അക്വയർ ചെയ്യണം എന്നുള്ള. ഈവൻ വാട്സപ്പിന് $1 billion മെറ്റ അക്വയർ ചെയ്യുന്നത്. സോ ഐ മീൻ വാട്ട് എവർ വി സീ നൗ, ഇറ്റ്സ് എന്തിന് അത്രയും പൈസക്ക് അക്വയർ ചെയ്തു എന്നുള്ളതിൻ്റെ മേജർ സംഭവമാണത്. ടു ഗെറ്റ് ദ ഡാറ്റ, ടു ഗെറ്റ് ദി ബിഹേവിയേഴ്സ്, ടു ഗെറ്റ് ദി, നമ്മൾ ഓരോ ദിവസത്തെയും നമ്മുടെ ലൈഫിനെ അത്രയധികം സ്വാധീനിക്കുന്നുണ്ട്. റീസെൻ്റ്ലി ലൈക്ക് യു ക്യാൻ ഷെയർ ദ റീൽസ് ടു ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ്, റൈറ്റ്? ഡയറക്ട്ലി ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇത്രയും ആപ്ലിക്കേഷൻസിനെ ഇവർ സീംലെസ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് പല ഒബ്ജക്റ്റീവ്സും ഉണ്ടായിരുന്നു. മേ ബി ഇതിൻ്റെ ഫ്യൂച്ചർ വേർഷൻസും എല്ലാം തന്നെ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഇറ്റ്സ് ബേസിക്കലി ഓൾ ദീസ് പ്ലാറ്റ്ഫോംസ് വി ആർ യൂസിങ് ആസ് ഫ്രീ. വാട്ട് എവർ ദ ടൂൾസ് റൈറ്റ് നൗ, ഏതൊക്കെ ഇനിയിപ്പം AI ടൂൾസ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വി ഡോണ്ട് നോ ഹൗ ദേ ആർ സെല്ലിങ് ദിസ് ഡാറ്റ. ഇനി ഇത് എന്തിനാണ് സെല്ല് ചെയ്യുന്നത് എന്നുള്ളിടത്താണ് എക്സാക്ട്ലി ഇനി ഫ്യൂച്ചർ ലൈക്ക് പെർഫോമൻസ് മാർക്കറ്റിങ്ങിലേക്കൊക്കെ വരുന്ന സമയം നമുക്ക് ഇനിയും മൾട്ടി ചാനൽസ് ഇതിലേക്ക് ആഡഡ് ആവും, മെട്രിക്സുകൾ വരാൻ ചാൻസസ് ഉണ്ട്. ഇതെല്ലാം വാട്ട് എവർ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെല്ലാം പ്ലാറ്റ്ഫോംസ് നമ്മൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം ആസ് എ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഇറ്റ്സ് ഫോർ യു. ഫോർ വാട്ട്? ടു എക്സാക്ട്ലി ടാർഗറ്റ് ദി ഓഡിയൻസ്, ടു എക്സാക്ട്ലി പ്ലേസ്, നിങ്ങൾ എന്താണോ അഡ്വർടൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡാറ്റകളൊക്കെ എനിക്ക് തോന്നുന്നു ഐ മീൻ വിൽ ഹെൽപ്പ്. ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തെന്ന് മാത്രം. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഇത്രയും $1 billion ഇത്രയും കമ്പനീസിനെ അക്വയർ ചെയ്യുന്നത് വഴി വാട്ട് മെറ്റ ഈസ് ഡൂയിങ്. ഇപ്പോൾ ഇതിന് അഡീഷണൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞിട്ടില്ലേ, എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ബേസിക് നമ്മൾ കേട്ടിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇതിൻ്റെ ഒരു പ്രൊഫഷൻ വൈസ് വരുന്ന സമയത്ത് നിങ്ങളുടെ അഡ്വാൻറ്റേജും അത് തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, most of the platforms have all the datas of everyone. സോ ഇവിടെ നിങ്ങൾക്കൊരു കസ്റ്റമറെ എങ്ങനെ വേണമെങ്കിലും ടാർഗറ്റ് ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിലും ടാർഗറ്റ് ചെയ്യാം. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാറുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഇമെയിൽ ഐഡിയോ ഫോൺ നമ്പറോ എൻ്റെ പക്കലുണ്ടെങ്കിൽ എൻ്റെ ലാപ്ടോപ്പിൽ ഇരുന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റും ഏത് പ്ലാറ്റ്ഫോമിൽ അവർ ഏതൊക്കെ ടൈമിൽ എങ്ങനെ ഏത് സമയത്ത് എപ്പോഴൊക്കെ എൻ്റെ ആഡ് കാണണം, ഏത് ഫ്രീക്വൻസിയിൽ കാണണം എന്ന് എനിക്ക് എൻ്റെ ലാപ്ടോപ്പിൽ ഇരുന്ന് തീരുമാനിക്കാൻ പറ്റും. അതേപോലെ തന്നെ എൻ്റെ സിമിലർ ആയിട്ടുള്ള അവരുടെ സെയിം സിമിലർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെയും എനിക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആണ് ഇന്നത്തെ ഇത്. ഇനി അതേപോലെ തന്നെ നമുക്കുള്ളൊരു ഓപ്ഷനാണ് കോമ്പറ്റീറ്റൻ്റ് വെബ്സൈറ്റിൽ കയറുന്ന ഒരാളെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഡിജിറ്റലിൽ ഇപ്പോൾ വരാൻ പോകുന്ന പുതിയ അഡ്വാൻസ്മെൻ്റ് ആണ്, ഗൂഗിൾ തരുന്ന ഒരു അഡ്വാൻസ്മെൻ്റ് ആണ്. ഇഫ് സമ്മൺ ഈസ് വിസിറ്റിംഗ് ദ കോമ്പറ്റീറ്റേഴ്സ് വെബ്സൈറ്റ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ലക്ഷ്യേൻ്റെ വെബ്സൈറ്റിൽ കയറുന്ന ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ എലാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിനോ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിനോ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ദേ ഡോണ്ട് നോ ആരാണ് അത് പോയതെന്നോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ ആഡ് കാണിക്കണമെങ്കിൽ ലക്ഷ്യേൻ്റെ വെബ്സൈറ്റ് എടുത്ത് കൊടുത്തിട്ട് ഗൂഗിളിൻ്റെ ഒരു ക്യാമ്പയിൻ സ്പെസിഫിക് ഉണ്ട്, ആ ക്യാമ്പയിൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലക്ഷ്യയിൽ വിസിറ്റ് ചെയ്ത സിമിലർ ആയിട്ടുള്ള ഓഡിയൻസിനെ കാണാം. സോ ദാറ്റ് മച്ച് അഡ്വാൻസ്ഡ്. സോ ഇത്രയും ഒരു അഡ്വാൻസ്ഡ് എന്നുള്ള രീതിയിലേക്ക് ഈ 2025 നമ്മൾ നിൽക്കുമ്പോൾ ഇതാവുന്നത് കൊണ്ട് തന്നെ സോ ദാറ്റ്സ് ദ സ്കോപ്പ് ഓഫ് എന്താ പറയുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇവോൾവ് ആയിട്ടുള്ള അല്ലെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഇവോൾവ് ആയിട്ടുള്ള ഒരു രീതി അതാണ്. സർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാറിൻ്റെ അടുത്താണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റേഴ്സ് ആസ്പയറിംഗ് മാർക്കറ്റേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇതിൽ മെജോറിറ്റി ആയിട്ടുള്ള സ്റ്റുഡൻസിന് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് സ്കൂൾസ് അവർക്കൊരു ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള എയിമോട് കൂടി വന്നിട്ടുള്ള കുറേ സ്റ്റുഡൻസ് ഉണ്ട്. സോ നമ്മൾ ഒരു പുതിയതായിട്ടൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറച്ച് കീ പോയിന്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ സാറിന് തോന്നിയിട്ടുള്ളത് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് അവിടെ ഒരു IT ഫോറം ഉണ്ട്, കാലിക്കറ്റ് ഫോറം ഫോർ IT. അപ്പം അതിലുള്ള ഒരാൾ എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് പറയായിരുന്നു, ജെയ്സൽ നീ സക്സീഡ് ചെയ്യും. പിന്നെ അവരെ സ്റ്റോറി ഷെയർ ചെയ്യാൻ തുടങ്ങി. അവർക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് ഒക്കെ ആയിട്ടുള്ളത് ചില കമ്പനീസിന് 4 years എടുത്തിട്ടാണ്. 4 years വരെയും അവർ സ്ട്രഗ്ലിംഗ് ആണ്. പക്ഷെ ആ സമയം ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും സ്ട്രെയിൻ ഞാൻ എടുത്തിട്ടുണ്ട്. റീസൺ ഈസ് ദാറ്റ് നമ്മുടെ കമ്പനി അങ്ങനെ ആയിരുന്നു. നമ്മുടെ കമ്പനി എന്ന് പറയുന്ന അത്രയും അവയർനെസ് മാർക്കറ്റിൽ കൊടുത്തിട്ട് വേണമായിരുന്നു ബിൽഡ് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൈബർ സെക്യൂരിറ്റിയിൽ ഒരു കരിയർ എന്നുള്ളത് നമ്മൾ തന്നെ പൈസ കൊടുത്ത് കോഫി കൊടുത്ത് കുട്ടികളെ കൊണ്ടുവന്ന് ഇരുത്തി നമ്മൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു ത്രൂ പുറത്തുനിന്നുള്ള ആളുകൾ വിളിച്ചിട്ടും മെന്റേഴ്സിനെ വിളിച്ചിട്ടൊക്കെ. ആ സമയം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇല്ല. ഇപ്പോഴത്തെ ഓൺടർപ്രണേഴ്സിന് ഇറ്റ്സ് മച്ച് മോർ ഇത് നിങ്ങളുടെ പ്ലേ ഗ്രൗണ്ട് ആണെന്ന് പറയും. റീസൺ എന്താ വെച്ചാൽ ഇപ്പം അത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ആണ്. വെരി ക്വിക്ലി നമുക്ക് ബ്രേക്ക് ഈവനിലേക്ക് എത്താൻ പറ്റും. ടെക്നോളജി അത്രയധികം ആക്സസിബിൾ ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് നമ്മുടെ വാല്യൂസും വിഷനും എന്താണെന്നുള്ളത് ദാറ്റ്സ് ദ മേജർ തിങ് വിച്ച് ഡിഫൈൻസ് നിങ്ങളുടെ കരിയർ ആണെങ്കിലും നിങ്ങളുടെ കമ്പനി ആണെങ്കിലും. നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് അത് തുടങ്ങുന്നത് എന്നുള്ളത് ദാറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. ആൻഡ് വാട്ട് വാല്യൂസ് യു ആർ ഗിവിങ് എന്നുള്ളതും വളരെയധികം മാറ്ററാണ്. നിങ്ങൾ ഏത് തരം കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിലും വാട്ട് വാല്യൂ യു ആർ ഗിവിങ് ടു ദി സൊസൈറ്റി. ഓക്കെ, നാളെ അവിടെ ഒരാൾ സ്റ്റാർട്ട് ചെയ്തു, ഐ ക്യാൻ ഓൾസോ സ്റ്റാർട്ട്. ആ സംഭവം ഒരിക്കലും ലോങ് റണ്ണിൽ വർക്ക് ആവില്ല. ഓക്കെ, ഇപ്പം 9 years ആയി. നമ്മൾ 9 years ഇപ്പോഴും നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടർ അതാണ്. സ്റ്റിൽ നമ്മൾ എന്താണ് ഓരോ 2 വർഷം കൂടുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും, എക്സ്പെരിമെന്റ് ചെയ്യും. വൺ തിങ് ഈസ് ദാറ്റ് നിങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വൈ യു ആർ സ്റ്റാർട്ടിങ് ദാറ്റ് ആ വിഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. ആ വിഷനിൽ ആരാണ് അതിന്റെ ബെനിഫിഷ്യറീസ്? നിങ്ങൾ മാത്രമാണോ? നോ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഭയങ്കരമായിട്ടുള്ള $multi-billion കമ്പനി ആവുക എന്നുള്ളത് ദാറ്റ്സ് എ സെക്കൻഡ് തിങ് ദാറ്റ് ഫോളോസ്. ഐ ഓൾവേസ് ബിലീവ് ദാറ്റ്. വാട്ട് മാറ്റേഴ്സ് ഈസ് ദാറ്റ് എത്ര ലൈഫിനെ ഞാൻ ചേഞ്ച് ചെയ്തു എന്നുള്ളിടത്താണ് എൻ്റെ ഇപ്പോഴും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. റെഡ് ടീം എതർ ബി എ പാർട്ട് ഓഫ് ഡിജിറ്റൽസ് ഫാമിലി, എത്ര ആളുകളെ നമ്മൾ എംപവർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് മേജർ പോയിന്റ്, ദ വാല്യൂസ്. ആൻഡ് ദ തേർഡ് തിങ് അല്ല, അത് ശരിക്കും ഫസ്റ്റ് പോയിന്റിൽ വരേണ്ടതാണ്, നിങ്ങളുടെ ക്യൂരിയോസിറ്റി. എന്ത് സംഭവം സത്യം പറഞ്ഞാൽ ബാക്ക് ടു എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞ നട്ടപ്രാന്താണ്. റൈറ്റ്, എവിടെയോ കിടക്കുന്ന കോഴിക്കോട് ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഇപ്പോഴും പലരോടും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് എത്തുന്നതും അവിടുന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവ് ചെയ്ത ഫോഴ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആ പ്രാന്താണ്. ആ സംഭവം ഉണ്ടാവണം, നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടാവണം. എന്തിലാണോ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര തയ്യാറാവണം, അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവണം, അതിനുവേണ്ടി നിങ്ങളുടെ സമയം മാറ്റി വെക്കാൻ തയ്യാറാവണം. ആ സമയം ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാവില്ല, വളരെ ചുരുക്കമായിരിക്കും, എപ്പോഴെങ്കിലും ആയിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. മേ ബി നിങ്ങളുടെ ഫാമിലിനെ പോലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അത്രയും സമയം വിട്ട് നിൽക്കേണ്ടി വരും. സോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദ മോസ്റ്റ് valuable quality I will be looking at as an entrepreneur is that your curiosity, your values, your vision. നമ്മളെപ്പോഴും പറയുമല്ലോ, ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. റൈറ്റ്, നിങ്ങളിപ്പോൾ ഡിസ്ലെക്സിൽ വന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളൊരു കോഴ്സ് ചെയ്യുന്നു, നിങ്ങൾ നമ്മുടെ ഭാഗമായിട്ട് പ്രോഗ്രാംസ് ചെയ്യുന്നു, ഏത് സമയം വരെ ആ പ്രോഗ്രാം ചെയ്യുന്നു എന്നുള്ളത് എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഒരു അസസ്മെന്റ് കാര്യങ്ങളോ നിങ്ങളുടെ സർട്ടിഫിക്കേഷനോ എടുത്ത് നിങ്ങളൊരു കമ്പനിയിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടാവും. ഇതേപോലെ വെൻ യു ആർ സ്റ്റാർട്ടിങ് എ കമ്പനി, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 വർഷം മുന്നോട്ട് കാണാൻ കഴിയണം, 3-4 വർഷം കാണാൻ കഴിയണം.
അതിപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന സമയം ഐ യൂസ് ടു ഹാവ് ദാറ്റ് വിഷൻ ദാറ്റ് കമ്പനി കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വരണം. അങ്ങനെയായിരുന്നു നമ്മൾ കോഴിക്കോട് മാവൂർ റോഡിലേക്ക് മാറി വിത്തിൻ ഓൾമോസ്റ്റ് ലൈക്ക് എ ഇയർ. അവിടുന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു വലിയൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യണം എന്നുള്ളത്. വിത്തിൻ ലൈക്ക് 1 ഇയർ നമ്മൾ അമിറ്റി യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം എൻഡ് ടു എൻഡ് നമ്മളായിരുന്നു ഡിസൈൻ ചെയ്തത്. ഇപ്പോഴും നിങ്ങൾ നോക്കുകയാണെങ്കിൽ അമിറ്റി യൂണിവേഴ്സിറ്റിയുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഉണ്ട് സൈബർ സെക്യൂരിറ്റിയിൽ. അത് എൻഡ് ടു എൻഡ് ഡിസൈൻ ചെയ്തതും ഡെലിവറി ചെയ്തൊക്കെ റെഡ് ടീമാണ്. അപ്പോൾ ഐ യൂസ് ടു ഹാവ് ദാറ്റ് വിഷൻ. ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മുടെ ഒരു വിഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ബിക്കം എ ഗ്ലോബൽ കമ്പനി. അതിപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 8-9 ഇയേഴ്സ് എടുത്തു. പക്ഷേ വി ഹാവ് ദാറ്റ് ഇൻ്റർനാഷണൽ ഓഡിയൻസ്. നമുക്കിപ്പോൾ ദുബായ് യൂണിവേഴ്സിറ്റിയിലും അബുദാബി യൂണിവേഴ്സിറ്റിയിലും UAE പല യൂണിവേഴ്സിറ്റീസിലായിട്ട് ഗ്ലോബൽ ഓഡിയൻസ് ആണ് നമ്മുടെ പ്രോഗ്രാംസ് ചെയ്യുന്നത്. നിങ്ങളൊരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ ആദ്യം വേണ്ടത് നിങ്ങളൊരു എക്സാക്ട്ലി ഒരു വിഷൻ ഉണ്ടാവണം, എവിടെ എത്തണം എന്നുള്ളതിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ധാരണ വേണം. ഇറ്റ് ഡസൻ ഹാപ്പൻ. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇന്നോ നാളെയോ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിലോ ഒന്നും നടന്നിട്ടില്ല. ഓൾമോസ്റ്റ് ലൈക്ക് 3-4-5 ഇയേഴ്സ് എടുത്തിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനം വർക്ക് ആവുന്നുണ്ട് എന്നുള്ളൊരു സംഭവം അറിയാം. സോ പെർസിസ്റ്റൻസ്, യുവർ വാല്യൂസ്, യുവർ വിഷൻ ആൻഡ് യുവർ കൺസിസ്റ്റന്റ് എന്താ പറയുന്നത് ആ ഒരു പാഷൻ എന്ന് പറയില്ലേ, ഫയറിൽ നിൽക്കുന്ന പോലെ ഉണ്ടാവണം. ഇനി എന്ത് ചെയ്യാം എന്നുള്ളത്. സോ ഓൾ ദീസ് തിങ്സ് മാറ്റേഴ്സ് എ ലോട്ട്. ടീമായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സിറ്റുവേഷൻ മാറും. നല്ല ടീം ഉണ്ടാവണം, റൈറ്റ്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ടീം ഓൺ ദ ഗോൾ ഉണ്ടായതാണ്. സോ ഐ ആം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. നമ്മുടെ ടീം അത്യാവശ്യം നമ്മുടെ വാല്യൂസിലും വിഷനിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് വൺ മേജർ തിങ് ഈസ് ദാറ്റ് എൻ്റെ പാർട്ട്ണർ ആളിപ്പം എൻ്റെ കൂടെ തന്നെയാണ് ബിസിനസ്സിലുള്ളത്. സോ ഷീ ലിഡ്സ് എ ലോഡ് ഓഫ് തിങ്സ്. ഞാൻ എവിടെയൊക്കെ വീക്കാണോ അവിടെയാണ് എൻ്റെ വൈഫ് ആയിട്ടുള്ള ജസ്ന മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ. സോ ഐ യൂസ് ടു ഫോക്കസ് മൈ ഓൺ തിങ്സ്. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ ആളുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഫോക്കസ് ഏരിയ മനസ്സിലാക്കുക. നിങ്ങളുടെ പാർട്ട്ണറിന് ചിലപ്പോൾ നിങ്ങളുടെ അതേ തോട്ട് പ്രോസസ്സ് ഉണ്ടാവണമെന്നില്ല. സോ ലെറ്റ് ഹിം വർക്ക് ഓൺ വൺ തിങ്, ലെറ്റ് അതേഴ്സ് വർക്ക് ഓൺ വൺ തിങ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഐ സീ കമ്പനീസ് ലൈക്ക് ഗ്രോയിങ് സോ ഫാസ്റ്റ്. കാരണം നിങ്ങളിപ്പോൾ ഇന്നൊരു ഇ-കൊമേഴ്സ് സ്റ്റോർ എന്തെങ്കിലും സ്പെസിഫിക് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് 6 monthsൽ നിങ്ങൾക്ക് അതിൻ്റെ എന്ത് കണ്ടെത്താൻ പറ്റും, ദിസ് ഈസ് മാർക്കറ്റിൽ വർക്ക് ആവുന്നുണ്ടോ ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏർലിയർ എൻ്റെ കേസ് അങ്ങനെ ആയിരുന്നില്ല. ഐ യൂസ് ടു ഞാൻ ബസ് എടുക്കുന്നു, മിന്നൽ ബസ് ഉണ്ടായിരുന്നു ഇവിടെ KSRTCയുടെ, റൈറ്റ്? ഐ യൂസ് ടു ബി പത്തനംതിട്ട പോകുന്നു, തിരിച്ച് അടുത്ത ദിവസം കോഴിക്കോട് വരുന്നു, വീണ്ടും അടുത്ത ദിവസം കൊച്ചിയിൽ വരുന്നു. ഐ യൂസ് ടു ട്രാവൽ എ ലോട്ട് ആൻഡ് എക്സ്പെരിമെന്റ് ഇത് വർക്കാവോ ഇല്ലേ എന്നുള്ള. സോ ആ എഫേർട്ട് ഓൾമോസ്റ്റ് ഞാൻ അത്രയും സമയം എടുത്തിട്ടുണ്ട്. 2 to 3 years എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വെരി ക്വിക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എസ്പെഷ്യലി ലൈക്ക് ഇ-കൊമേഴ്സ്, എസ്പെഷ്യലി ലൈക്ക് അതർ ഡ്രോപ്പ് ഷിപ്പിംഗ്, റൈറ്റ്? ഡ്രോപ്പ് ഷിപ്പിംഗ് എത്ര പെട്ടെന്നാണെന്ന് അറിയോ ആളുകളെ ആക്സസ് ചെയ്യുന്നത്? നിങ്ങൾ ക്വിക്ക് കൊമേഴ്സ് കേട്ടിട്ടുണ്ടാവില്ലേ? ക്വിക്ക് കൊമേഴ്സ് ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് സ്വിഗ്ഗി, ഇവിടെയുള്ള സ്വിഗ്ഗി സംഭവങ്ങളിലൊക്കെ മറികടന്ന് സെപ്റ്റോ ഐ തിങ്ക് ഇറ്റ്സ് ഓൾറെഡി ഇൻ കാലിക്കറ്റ്. ഈ ക്വിക്ക് കൊമേഴ്സ് എന്നുള്ള കോൺസെപ്റ്റിലും ഇപ്പോൾ ആളുകൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 9 years old. ഇപ്പം നിങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് മച്ച് മോർ ഈസി. നിങ്ങളുടെ ഓഡിയൻസ് എവിടെ ഇരിക്കുന്നത്, അവർ എന്തായിരിക്കും സെർച്ച് ചെയ്യുന്നത്, അവരെന്തിലായിരിക്കും താല്പര്യം കാണിക്കുന്നത്, ഓൾ ദീസ് തിങ്സ് ഇറ്റ്സ് മച്ച് മോർ ഈസി ഫോർ യു ടു ഗെറ്റ്. ഇനി നിങ്ങൾ തുടങ്ങിയിട്ട് ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ വർഷങ്ങളോളം എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടതില്ല. അൺടിൽ ഓർ അൺലെസ് നിങ്ങൾ എന്താ തുടങ്ങുന്നതെന്ന് ബേസ് ചെയ്തിരിക്കും. ഞാൻ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ബിസിനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. വെൻ ഇറ്റ് കംസ് ടു സർവീസ് ബിസിനസ് അഗെയിൻ എൻ്റെ ഒരു ജേർണി പോലെ തന്നെയാണ്. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരുപാട് മാർക്കറ്റ്സിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരുപാട് ടൈം എടുക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 5-6 കമ്പനീസ് ഉണ്ട്. വൺ ഈസ് റെഡ് ടീം ഹാക്കർ അക്കാഡമി, വൺ ഈസ് റെഡ് ടീം സൈബർ സെക്യൂരിറ്റി ലാബ്സ്. അവിടെ നമ്മൾ സർവീസസ് കൊടുക്കുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് മാർക്കറ്റിംഗ്. നമ്മൾ കൂടുതലും ഓർഗാനിക് റിസൾട്ട്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. SEO, ഗൂഗിൾ ആഡ്സ്. SEO ആണ് നമ്മൾ ഓർഗാനിക്കലി ചെയ്യുന്നത്. നമ്മൾ ഗ്രോത്തിനെ ഫോക്കസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ ആഡ്സ് ഒക്കെയാണ്. നമ്മൾ ഓഡിയൻസിനെ ഇപ്പം നോക്കുന്നത് കൂടുതലും മിഡിൽ ഈസ്റ്റ് കൺട്രീസിലാണ്. ഇങ്ങനെയുള്ള കൺട്രീസിലാണ് നമ്മൾ സർവീസ് ബേസ്ഡ് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് കംസ് ടു റെഡ് ടീം ടാലൻസ്. അത് പക്ഷേ ഒരു കമ്പനി അല്ല, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഫോക്കസ് ചെയ്യുമ്പോൾ ഇപ്പോഴും എന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ യൂസ് ടു തിങ്ക് ലോങ് ടേം. ഇപ്പോൾ ഏതൊരു ഇനീഷ്യേറ്റീവ് ഞാൻ എടുക്കുകയാണെങ്കിലും അടുത്തൊരു 5 years ഈ ഓർഗനൈസേഷൻ എവിടെ എത്തണം എന്നുള്ളത് മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്ന് പറയുന്ന ഫാക്ടർ. അത് ഞാൻ ബിസിനസ് തുടങ്ങുന്നത് മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ആസ്പിറൻസ് എന്നുള്ള കോൺസെപ്റ്റിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നൊരു കൈൻഡ് ഓഫ് റിസോഴ്സസ് നിങ്ങളാണ്. Because you are the persons who empower the business.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ലുലു ഇല്ലെങ്കിൽ വലിയ വലിയ ബ്രാൻഡ്സ്, ലുലു ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് ലിസ്റ്റഡ് കമ്പനിയാണ് UAE. ഓൾമോസ്റ്റ് ലൈക്ക് 2.3 ബില്യൺ ദിർഹംസ് ആണ് അവിടുന്ന് റേസ് ചെയ്തിട്ടുള്ളത് അവർ പബ്ലിക്കിൽ പോയിട്ട്. ക്യാൻ യു എവർ ഇമാജിൻ ഹൗ മച്ച് ദേ ആർ സ്പെൻഡിങ് ഇൻ അഡ്വർടൈസ്മെന്റ്? നമ്മളെപ്പോഴും പറയുമല്ലോ, ഒരു ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിയിൽ പറയുകയാണെങ്കിൽ എന്തിനാ ആളുകൾ സൈബർ സെക്യൂരിറ്റിയിൽ സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. നേരത്തെ അഷിത്ത് പറഞ്ഞു, അഷിത്തിന്റെ കുറേ ക്ലയൻസിൽ ഹാക്കിംഗ് അറ്റംപ്റ്റ് നടന്നു. അത് സോൾവ് ചെയ്യാൻ ഡെഫിനറ്റ്ലി അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്.